നമസ്കാരം. എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം മുഖക്കുരുവിനെ പറ്റിയാണ്. മുഖക്കുരുവിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ സ്റ്റേജസും ആയുർവേദത്തിലുള്ള പരിഹാരങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. മുഖക്കുരുവിൻ്റെ കാരണങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രധാനമായിട്ടും ഒരു ഹോർമോൺസിൻ്റെ വ്യത്യാസം കൊണ്ടുണ്ടാകുന്നത് ടീനേജിലാണ് കൂടുതലായിട്ടും ഹോർമോൺസിൻ്റെ പ്രശ്നം കൊണ്ട് മുഖക്കുരു കൂടുതലായിട്ട് കണ്ടുവരുന്നത്. മുഖക്കുരു ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് മുഖത്ത് സെബേഷ്യസ് ഗ്ലാൻഡുകൾ, ഇപ്പോൾ സീബം എന്ന് പറയുന്ന അല്ലെങ്കിൽ മുഖത്തിൻ്റെ മോയ്സ്ചർ നിലനിർത്തുന്ന സ്കിന്നിൻ്റെയും അതേപോലെ തന്നെ മുടിയുടെയൊക്കെ മോയ്സ്ചർ നിലനിർത്തുന്ന സെക്രീഷനാണ്. അപ്പോൾ ഇത് അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, അളവിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അപ്പോൾ അതിന് കാരണം ഈ ഒരു ഹോർമോൺസിൻ്റെ വ്യതിയാനം ഉണ്ടെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺസിൻ്റെയൊക്കെ വേരിയേഷൻസ് കൂടിക്കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ സെബേഷ്യസ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ഈ പറഞ്ഞ അമിതമായിട്ടുള്ള സീബം സെക്രീഷന് കാരണമാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇത് നമ്മുടെ എൻവയോൺമെൻറ്റിലുള്ള പൊടികളായാലും അതല്ലെങ്കിൽ മറ്റ് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഫേസ് ക്രീമുകളോ ഒക്കെ ഈ പറഞ്ഞ രോമകൂപങ്ങൾ അടഞ്ഞു പോകുന്നതിന് സാധ്യതയായി തീരുകയും ഈ സീബം കെട്ടി നിന്ന് പിന്നീട് അത് ഇൻഫെക്ഷനായി മാറുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം അതിന് കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ ആൾറെഡി ഓയിലി ആയിട്ടുള്ള ഹെയർ ഉള്ള ആൾക്കാർ കൂടുതലായിട്ട് ദിവസവും തലയിൽ എണ്ണ തേക്കുന്ന ശീലമുള്ളത്, അളവിലൂടെ കൂടുതൽ, അതായത് നെറ്റിയിലൂടെയൊക്കെ ഒഴുകുന്ന രീതിയിൽ ഓയിലൊക്കെ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ഓയിലി ആയിട്ടുള്ള ബേക്കറി ആയിട്ടുള്ള ഫാറ്റ് കൂടിയ ഡയറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാർ, അതേപോലെ തന്നെ സ്കിന്നിൽ ഓവറായിട്ട് മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്ന ആൾക്കാർ ഒക്കെ ഈ പറഞ്ഞ ഈ സീബം സെക്രീഷൻസ് തടസ്സപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് കെട്ടി നിന്ന് കൂടുതൽ പല സ്റ്റേജിലേക്ക് മുഖക്കുരു മാറാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഉറക്കക്കുറവ്, സ്ട്രെസ്സ്, അതുപോലെ തന്നെ ഡയറ്റ് ഫാക്ടേഴ്സ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഹോർമോണൽ വ്യതിയാനങ്ങൾ, ഇങ്ങനെ പല കാരണങ്ങൾ മുഖക്കുരുവിന് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ചികിത്സയിലേക്ക് വരുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞ മുഖക്കുരു മൈൽഡ് സ്റ്റേജ് ആയിട്ടുണ്ട്, കുറച്ചുകൂടെ സീവിയർ സ്റ്റേജ് ആയിട്ടുള്ള സിസ്റ്റിക് നോഡ്യൂൾസ് ഉണ്ട്, അതേപോലെ തന്നെ മൈൽഡ് സ്റ്റേജിലുള്ള മുഖക്കുരുകളുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ട്രീറ്റ്മെൻറ്റ്സ് ആയുർവേദത്തിലുമുണ്ട്. ആയുർവേദത്തിൽ ചികിത്സയെ പറ്റി പറയുമ്പോഴത്തേക്ക് ഇത് മുഖദൂഷിക അതല്ലെങ്കിൽ യവനപിടക എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റിലാണ് ആയുർവേദത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു പ്രധാനമായിട്ടും കഫപൈത്തികമായും അതേപോലെ തന്നെ ഒരു സ്കാരിങ് സ്റ്റേജിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് വാദദോഷത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റും ഒക്കെ വരുന്നുണ്ട് ഈ രോഗാവസ്ഥയ്ക്ക്. അപ്പോൾ ഓരോ ദോഷാവസ്ഥ അനുസരിച്ചിട്ട് നേരത്തെ പറഞ്ഞു, അപ്പോൾ ഹോർമോൺ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ശോധന ചികിത്സകൾ, ശരീരത്തിൽ ഇൻറ്റേർണൽ പ്യൂരിഫിക്കേഷൻ ആവശ്യമാണ്. അതിനുശേഷം ഈ പറഞ്ഞ എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള ട്രീറ്റ്മെൻറ്റ്. അത് ഒന്നാമതായിട്ട് ഈ പറഞ്ഞ പോഴ്സ് അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, മുഖത്തെ ഹെയർ ഫോളിക്കിൾസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സൂക്ഷ്മങ്ങൾ അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള ശോധനകളായിട്ടുള്ള ഔഷധ പ്രയോഗങ്ങൾ, അതേപോലെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, അണുക്കളുണ്ടെങ്കിൽ അണുക്കൾ മാറുന്ന രീതിയിലുള്ള കഷായം കൊണ്ടുള്ള പ്രയോഗവിധികൾ, ധാരകൾ ഒക്കെ ആയുർവേദത്തിലും ഉണ്ട്, ലേപനങ്ങളൊക്കെ ആയുർവേദത്തിലുമുണ്ട്. അതുപോലെ തന്നെ ഇതൊരു സ്കാറായി മാറാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ പസ്സൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്, വേദനയുണ്ട്, അപ്പോൾ വേദനയ്ക്കുള്ള ചികിത്സാ രീതികൾ, പസ്സൊക്കെ ഉണ്ടെങ്കിൽ അത് ഡ്രെയിൻ ചെയ്യാനും അതേപോലെ തന്നെ വീണ്ടും സ്കാറായി മാറാതിരിക്കാൻ വേണ്ടിയുള്ള ചികിത്സകളൊക്കെ ആയുർവേദത്തിലുണ്ട്. ശോധന ചികിത്സകൾ, രോഗണ ചികിത്സകൾ എന്നൊക്കെയാണ് അതിനെ ആയുർവേദത്തിൽ പറയുന്ന പേര്. അപ്പോൾ തീർച്ചയായിട്ടും മുഖക്കുരുവിന് ആയുർവേദത്തിൽ ചികിത്സയുണ്ട്. ആ ഒരു അറിവിലേക്കാണ് ഇന്ന് വീഡിയോ ചെയ്തത്. നന്ദി, നമസ്കാരം.